നിത്യം ശുദ്ധം നിരാഭാസം നിരാകാരം നിരഞ്ജനം നിത്യബോധം ചിദാനന്ദം ഗുരും ബ്രഹ്മ നമാമ്യഹം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ദർശനമാലയിലെ അസത്യ ദർശനത്തിലെ 1-ാം ശ്ലോകമാണ് ഇന്നു നാം ചിന്തനം ചെയ്യുന്നത്. അപവാദ ദർശനത്തിലൂടെ സർവം സച്ചിദാനന്ദം എന്ന തീരുമാനത്തിലെത്തി. സർവവും സച്ചിദാനന്ദമാണെങ്കിൽ ഇത് കാരണം, ഇത് കാര്യമെന്നൊക്കെയുള്ള കാര്യകാരണ ഭേദകൽപ്പനകൾക്ക് ഒരു സ്ഥാനവുമില്ല. നാം ചിന്തിക്കണം, യഥാർത്ഥത്തിൽ ഇല്ലാത്തവയെ ഉള്ളതുപോലെ സങ്കല്പിച്ചത് ആരാണ്? മനസ്സാണ്. മനസ്സിന്റെ കൽപ്പനാ വൈഭവത്തെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ളതാണ് അസത്യദർശനം. അസത്യത്തെ സത്യമെന്ന് മനസ്സിൽ കാണുക മാത്രമല്ല ചെയ്യുന്നത്, നാം അതിനെ യാഥാർത്ഥ്യബോധത്തോടെ അനുഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ. മായാമയമാണ് സർവദൃശ്യങ്ങളും. അപ്പോൾ പറയാം, ഉണ്മയില്ലാത്ത മനസ്സ് ഉണ്മയില്ലാത്ത ലോകത്തെ ഭാവന ചെയ്ത് അതിനെ ഉള്ളതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം ഭാവനകളും സങ്കല്പങ്ങളും ഉണ്ടായാലും സച്ചിദാനന്ദ സ്വരൂപത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. സത്യമായ ബ്രഹ്മത്തിൽ അസത്യമായ പ്രപഞ്ചത്തെ കാണത്തക്കവണ്ണം മനസ്സിനൊരു വൈകല്യം പിടിപെട്ടതാണ്. എന്താണ് ആ വൈകല്യം? അത് മായയാണ്. അതായത് അസത്യത്തെ സത്യമെന്നതുപോലെ കണക്കാക്കുന്നത് അറിവിൽ സംഭവിക്കുന്ന ഭ്രമമാണ് എന്ന് പറയുകയാണ് 1-ാം ശ്ലോകത്തിലൂടെ. മനോമയമിദം സർവം ന മനഃക്വാപി വിദ്യതേ അദോ വ്യോംനൈവ നീലാദി ദൃശ്യതേ ജഗദാത്മനി. ഇതിന്റെ പദച്ഛേദം മനോമയം പ്ലസ് ഇദം. മനോമയമിദം സർവം ന മനഃക്വാപി വിദ്യതേ. ക്വ പ്ലസ് അഭി ക്വാപി. ന മനഃ ക്വ അഭി വിദ്യതേ അതോ വ്യോംനൈവ. വ്യോംനി, വ്യോമം ആകാശമാണ്. വ്യോംനി ആകാശത്തിൽ എന്നുള്ള അർത്ഥമാണ്. വ്യോംനി പ്ലസ് ഇവ. വ്യോംനൈവ നീലാദി ദൃശ്യതേ ജഗദാത്മനി. ജഗത്ത് പ്ലസ് ആത്മനി ജഗദാത്മനി എന്ന് പദച്ഛേദം. ഇതിൽ വളരെ ബുദ്ധിമുട്ടുള്ള പദച്ഛേദങ്ങളൊന്നുമില്ല. വളരെ ലളിതമായി നമുക്ക് പദച്ഛേദം ചെയ്യാവുന്ന പദങ്ങളാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ പദാനുപദ അർത്ഥം, അതിൻ്റെ ഗദ്യരൂപം ഒക്കെ പരിശോധിക്കുമ്പോൾ, ഇതം സർവം, ഈ കാണുന്നതെല്ലാം മനോമയം, മനസ്സ് തന്നെയാണ് എന്നാണ് പറയുന്നത് ഗുരു. മനസ്സ് തന്നെയാണ് ഈ കാണുന്നതെല്ലാം. ഇതം സർവം മനോമയം. ഇനിയോ മനഃ, ഈ മനസ്സാകട്ടെ ക്വാബി ഒരിടത്തും, ക്വ അബി ഒരിടത്തും, ന വിദ്യതേ ഇല്ല, കാണാനുമില്ല. ഈ കാണുന്നതെല്ലാം മനസ്സ് തന്നെയാണ്, പക്ഷെ ഈ മനസ്സ് ഒരിടത്തും ന വിദ്യതേ കാണപ്പെടുന്നതുമില്ല. അതഹ, അതുകൊണ്ട് വ്യോംനി, നമ്മൾ പറഞ്ഞു വ്യോമം ആകാശം, അതിന്റെ സപ്തമി വിഭക്തിയാണ് വ്യോമിനി എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ. അതഹ വ്യോമിനി നീലാദി ഇവ, ആകാശത്തിൽ നീലാദി വർണ്ണം പോലെ. മറ്റു ഉദാഹരണങ്ങളും ഗുരു അവിടെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നീലാദി, ആദി എന്നതിന് തുടങ്ങിയവ എക്സെട്ര എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അവിടെ ആകാശത്തിൽ നീലാതി വർണ്ണം പോലെ ജഗത്ത്, ഈ പ്രപഞ്ചം
ആത്മനി. കണ്ടോ, ആത്മാ ശബ്ദത്തിന്റെ സപ്തമി ഏകവചനമാണ് ആത്മനി, ആത്മാവിൽ. ഓൺ എന്നുള്ള അർത്ഥമാണ് സപ്തമി വിഭക്തിക്ക്, ഇൽ, അതിൽ. അപ്പൊ ആത്മനി, ആത്മാവിൽ, ദൃശ്യതേ, കാണപ്പെടുന്നതാണ് എന്ന് പറയണം. ഇതിന്റെ സാരാംശം, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ മനസ്സിന്റെ രൂപഭേദമാണ്. മനസ്സാകട്ടെ ഒരിടത്തും കാണപ്പെടുന്നുമില്ല. അതുകൊണ്ട് ആകാശത്തിൽ നീലനിറവും മരുഭൂമിയിൽ വെള്ളവും മറ്റും കാണപ്പെടുന്നത് പോലെ ആത്മാവിൽ കാണപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുകയാണ്. ഇനി ഇതിന്റെ വിശദമായ വിശദീകരണത്തിലേക്ക് കടക്കാം. അധ്യാരോപ അപവാദ ദർശനങ്ങൾക്ക് ശേഷമാണ് അസത്യദർശനം പറയുന്നത്. ബ്രഹ്മവസ്തുവിൽ ശക്തി ചലിക്കുമ്പോഴാണ് പ്രപഞ്ചമുണ്ടാകുന്നത്. സത്യത്തിൽ കാണുന്ന ഭ്രമമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞു. സത്യവസ്തുവിൽ കാണുന്ന ഭ്രമം. പ്രപഞ്ചം മനസ്സിന്റെ രൂപഭേദമാണ്. പ്രപഞ്ചമുണ്ടാകണമെങ്കിൽ മനസ്സുണ്ടായിരിക്കണം. അതാണ് മനോമയമിതം സർവം എന്ന് പറയുന്നത്. യോഗവാസിഷ്ഠം പറയും, ചിത്തമേവ ഹി സംസാരഃ. ചിത്തം തന്നെയാണ് ഈ ലോകം, മറ്റൊന്നില്ല. ഓരോരുത്തരുടെയും മനസ്സെങ്ങനെയോ അതുപോലെ അവരുടെ ലോകം. ഈ മനസ്സിനെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? ഇല്ല. ചിന്തകളായിട്ടേ മനസ്സിനെ അറിയാനാവൂ. മനസ്സെന്നാൽ ചിന്തകളാണ്. വനം എന്നാൽ കുറേ വൃക്ഷങ്ങൾ ചേർന്നതാണ്. അതിനെ എങ്ങനെ ഇല്ലാതാക്കാം? ഓരോ വൃക്ഷമായി മുറിച്ചു മാറ്റിയാൽ അവസാനം ഒരു വൃക്ഷം അവശേഷിക്കും. അതിനെ നാം വനമെന്ന് വിളിക്കില്ലല്ലോ. അതുപോലെ ചിന്തകളുടെ കൂട്ടമായ പ്രപഞ്ചത്തെ ഇല്ലാതാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നൊന്നായി ആ ചിന്തകളെ മാറ്റി നോക്കിയാൽ അവസാനം നമ്മൾ എത്തുന്നത് എവിടെയാണ്? ഞാനിലാണ്, ഞാനാണ്. ആകാശത്തിന്റെ നീല നിറം വിവർത്തഭ്രമമാണെന്ന് നമുക്കറിയാം. കാരണവസ്തുവിന് ചലനമോ മാറ്റമോ ഇല്ലാതെ അതിൽ കാര്യങ്ങൾ പ്രകടമാകുന്നതാണ് വിവർത്തം. ബ്രഹ്മത്തിൽ കാണുന്ന വിവർത്തഭ്രമമാണ് പ്രപഞ്ചം. മനസ്സും അതുപോലെയാണ്. മനസ്സിന് സ്വയം തിരിച്ചറിവില്ല എന്ന് നാം അറിയണം. ബോധത്തിന് മാത്രമേ മനസ്സിനെ തിരിച്ചറിയാനാവൂ. ബോധം ഒരു കർത്തൃത്വവും ഏറ്റെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ബോധമുള്ളത് കൊണ്ടാണ് പ്രപഞ്ചം എന്ന് പറയുകയാണ്. സാക്ഷീഭൂത് അപരോക്ഷം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് വാക്യം പറയുന്നു. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതല്ല ബ്രഹ്മം. ജഗത് മിഥ്യ എന്നറിയണമെങ്കിൽ നാം ബ്രഹ്മ സത്യം എന്നറിയണം. മായ അജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. ഇനി ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മായയെ ഭയമാണ്, നല്ല ഭയമാണ്. കാരണം അവർക്ക് മായ എങ്ങനെയും മാറ്റണം. ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളമോ മായ നിസാരമാണ്. മൂന്ന് വിഭാഗം നമ്മൾ പറഞ്ഞു. അജ്ഞാനികൾക്ക് സത്യവും ഉപാസകർക്ക് ഇതിനെ ഭയവുമാണ്. ഇതിനെ മാറ്റണം എന്ന ചിന്തയാണ്. ജ്ഞാനികൾക്കാണെങ്കിലോ മായ വെറും നിസ്സാരം. മനസ്സിനെ അജ്ഞാനികൾ സത്യമായും ഉപാസകർ അതിനെ നിരോധിക്കാൻ ശ്രമിക്കും. ജ്ഞാനികൾക്ക് സത്യമറിയാവുന്നതുകൊണ്ട് ആ മനസ്സ് ഇല്ലേയില്ല.
ശരീരങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ വിത്ത് മനസ്സാണ് എന്ന് പറയാണ്. മനോമയമിതം സർവം എന്നുള്ളതാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ശരീരങ്ങളുടെയും നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയും എല്ലാം വിത്ത് മനസ്സാണ്. അതായത് ഈ കാണുന്ന സർവ്വതിൻ്റെയും കാരണവസ്തു. മനസ്സിന്റെ വിത്ത് എന്താണെന്ന് ചോദിച്ചാൽ പ്രാണസ്പന്ദനമാണ്. പ്രാണസ്പന്ദനത്തിന്റെ വിത്ത് എന്താണെന്ന് ചോദിച്ചാൽ ബോധസ്വരൂപമാണ്. അങ്ങനെ നോക്കുമ്പോൾ മനസ്സാണ് പുറമേ വന്ന് സകലതിനെയും ഉണ്ടാക്കി കാണിക്കുന്നത്. അവരവരുടെ വാസനയ്ക്കനുസരിച്ച് ചിന്തയ്ക്ക് അനുകൂലമായാണ് വസ്തുക്കളെ കാണിക്കുന്നത്. ഛാന്തോക്യ ഉപനിഷത്ത് 3-ാം അധ്യായം പറയുന്നുണ്ട്, മനോമയ പ്രാണശരീരോ ഭാരൂപഃ സത്യസങ്കൽപ്പ ആകാശാത്മ സർവകർമ്മ സർവകാമഃ സർവഗന്ധഃ സർവരസഃ എന്നിങ്ങനെ ഉപനിഷത്ത് തുടരുന്നു. അതിന്റെ ആശയം ഇതാണ്: വാസ്തവത്തിൽ ആത്മാവ് മനോമയനല്ലെങ്കിലും മനസ്സ് പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കുന്നതായും മനസ്സ് നിവർത്തിക്കുമ്പോൾ നിവർത്തിക്കുന്നതായും തോന്നുന്നതുകൊണ്ട് മനസ്സാകുന്ന ഉപാധിയോട് കൂടിയവനായും മനോമയനായും പറഞ്ഞിരിക്കുന്നു. മനസ്സിന് പ്രവർത്തന ശക്തി നൽകുന്നതും ഈ ആത്മാവാകുന്നു. ജീവനുമായുള്ള ഐക്യത്താൽ ഈ വിശേഷണം ബ്രഹ്മത്തിനും പറയുന്നു. ഛാന്തോക്യം 7-ാം അധ്യായം ഖണ്ഡം 3-ൽ വീണ്ടും പറയുകയാണ്, മനോവാവ വജോ ഭൂയോ യഥാ വൈ ദ്വേ വാ കാലേ ദ്വൗ വാ അക്ഷൗ മുഷ്ടിരനുഭവത്യേവം വാചം എന്നിങ്ങനെ പറയുന്ന ആ മന്ത്രത്തില് മനസ്സാകുന്നു വാക്കിനേക്കാൾ ഉത്കൃഷ്ടം. മടക്കിപ്പിടിച്ച കയ്യിൽ 2 കായകളെ ഉൾക്കൊള്ളുന്നത് പോലെ മനസ്സ് വാക്കിനെയും നാമത്തിനെയും ഉൾക്കൊള്ളുന്നു. ഉപനിഷത്ത് പറയുകയാണ്, പുത്രാദികളെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള ഉപായങ്ങൾ ചെയ്യുന്നു. ഈ ലോകത്തെയും പരലോകത്തെയും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനുള്ള ഉപായങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ മനസ്സ് തന്നെയാകുന്നു ആത്മാവും ലോകവും ബ്രഹ്മവും. അതുകൊണ്ട് മനസ്സിനെ ഉപാസിക്കുക എന്ന് പറയുന്നു. വാക്കും നാമവും എല്ലാം മനസ്സിലാണ് ആവിർഭവിക്കുന്നത്. മനസ്സിലുണ്ടാകുന്ന വിചാരവും നിശ്ചയവുമാണ് പ്രവൃത്തി രൂപത്തിൽ പ്രകടമാകുന്നത്. ആത്മാവ് അകർത്താവും ഏകവും സർവവ്യാപിയുമാണെങ്കിലും മനസ്സാകുന്ന ഉപാധിയോട് കൂടുമ്പോൾ കർത്താവും ഭോക്താവും അനേകവും പരിച്ഛിന്നവും ഒക്കെയായിട്ട് തീരുന്നു. അതിനാൽ മനസ്സിനെ ആത്മാവായി ഉപനിഷത്തുക്കൾ പറയുകയാണ്. ഗുരുവിന്റെ കൃതികൾ ഓരോന്നും ഉപനിഷത്ത് ശ്രുതിയുക്തി അനുഭവമാണല്ലോ ഗുരുവിന്റെ കൃതികൾ. അതിൻ്റെ ആ കൃതി വ്യക്തമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ഉപനിഷത്ത് പറയാതെ ഗുരുവിന്റെ കൃതി പറയുമ്പോൾ നമ്മൾ ഉപനിഷത്തിലേക്ക് തന്നെ പോകും. കാരണം വേദാഗമ സാരങ്ങൾ അറിഞ്ഞ ഭഗവാൻ എൻ്റെ ഓരോ വാണികളും സത്യമാണ്. ഇവിടെ പറയുകയാണ്, മനസ്സിനെ ആത്മാവായി പറഞ്ഞു വരുന്നു എന്നാണല്ലോ ഉപനിഷത്ത് ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരലോകത്തിലേക്ക് പോകുന്നത് മനസ്സിലുണ്ടാകുന്ന ആലോചനയുടെയും അതുപോലെ തന്നെ നിശ്ചയത്തിൻ്റെയും ഫലമായി അവർ ചെയ്യുന്ന പ്രവൃത്തികളെ കൊണ്ടാണ് എന്ന് പറയുന്നു ഉപനിഷത്ത്. അതായത് ഒരു ജീവൻ മരിക്കുമ്പോൾ മരണസമയത്ത് നമ്മുടെ ശരീരം വിട്ടിറങ്ങുന്നതിൻ്റെ കൂടെ പ്രാണനും അതുപോലെ തന്നെ മനസ്സും ഇറങ്ങുന്നുണ്ട്. മനസ്സ് സങ്കല്പ വികല്പാത്മകമായ ഈ മനസ്സും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ലോകപ്രാപ്തിക്ക് കാരണമാകയാൽ മനസ്സിനെ ലോകമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനസ്സ് ബ്രഹ്മവുമാകുന്നു. അങ്ങനെ മനസ്സിനെ ബ്രഹ്മബുദ്ധിയ നമ്മൾ ഉപാസിക്കണം. അങ്ങനെ ബ്രഹ്മവിദ്യ ഉപാസിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക്, ബ്രഹ്മബുദ്ധിയിൽ ഉപാസിക്കുന്നവർക്ക് മാത്രം
മനസ്സിന് വിഷയമായതിനെ ആയ കാര്യങ്ങളിലെല്ലാം ഇഷ്ടം പോലെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അവർക്ക്. കാരണം ഇതിലെല്ലാം ബ്രഹ്മബുദ്ധിയിലാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അവിടെ യാതൊരു തരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടാകുന്നില്ല ജ്ഞാനികൾക്ക്. അധ്യാരോപദർശനത്തില് 5-ാം ശ്ലോകത്തിൽ ഗുരു നമ്മോട് പറഞ്ഞതാണല്ലോ, മനോമാത്രമിതം ചിത്രമിവാഗ്രേ സർവമീദൃശം, അല്ലെ? ബാഹ്യദൃശ്യങ്ങളായി കാണപ്പെടുന്നതിന് മുമ്പ് ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനും മനസ്സായി സങ്കല്പരൂപത്തിൽ വർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഈ ലോകത്ത് എന്തെന്തൊക്കെ കാണപ്പെടുന്നുവോ അവയെല്ലാം സർവവ്യാപിയായ മനസ്സിന്റെ സൃഷ്ടികളാണ്. മനസ്സുണ്ടെങ്കിൽ പ്രപഞ്ചാനുഭവം, മനസ്സില്ലെങ്കിൽ പ്രപഞ്ചാനുഭവമില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം, ഗാഠനിദ്രയില് മനസ്സില്ലാത്തത് കൊണ്ട് സ്വദേഹം പോലും അനുഭവ വിഷയമാകുന്നില്ല. അതുതന്നെ മാണ്ഡൂക്യകാരികയിൽ പറയുന്നു, മനോദൃശ്യമിതം ദ്വൈതം യത്കിഞ്ചിത് സചരാചരം മനസോ ഹ്യമനീഭാവേ ദ്വൈതം നൈവോപലഭ്യതേ. ഈ പ്രപഞ്ചത്തിൽ പലതായി കാണുന്നത് മനസ്സിന്റെ കാഴ്ചയാണ്. മനസ്സ് സങ്കല്പരഹിതമാക്കി തീർത്താൽ ഇവിടെ ദ്വൈതം നൈവ ഉപലഭ്യത, ഇവിടെ രണ്ടില്ല, പലത് കാണില്ല എന്നർത്ഥം. അദ്വൈത സത്യം ബാക്കി നിൽക്കും അവിടെ. ആ സത്യരഹസ്യമാണ് ഗുരു മനോമയമിതം സർവം എന്ന വരിയിൽ പറയുന്നത്. മനസ്സ് ശരീരത്തിന്റെ ഒരു അവയവമാണ് എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം അതവിടെ ഇരിക്കുന്നു എന്ന് പോലും നമുക്കറിയില്ല. സത്യദർശികൾ പരീക്ഷിച്ചറിഞ്ഞ സത്യം മനസ്സ് സർവവ്യാപിയാണെന്നാണ്. സങ്കല്പാത്മകമായ മനസ്സിൽ പൊന്തി കാണപ്പെടുന്ന ബാഹ്യദേഹങ്ങൾ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ളവ അദൃശ്യങ്ങളാണ്. ഇതെല്ലാം ഈ ചിന്തകള് സങ്കല്പാത്മകമായ മനസ്സിലെ പൊന്തിക്കാണുന്ന ചിന്തകളാണ്. ഒരു സാധാരണ ബുദ്ധിക്ക് മനസ്സ് ഉള്ളിലിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. നാം എപ്പോഴും ചിന്തിച്ചു നോക്കുമ്പോഴും എൻ്റെ മനസ്സ് ഉള്ളിലാണ് എന്നാണ് നമ്മളുടെ എല്ലാ സങ്കല്പം. യോഗവാസിഷ്ഠം അതിന് ഒരു ഉത്തരം പറയുന്നുണ്ട്. ന ബാഹ്യേ നാഭി ഹൃദയേ സദ്രൂപം വിദ്യതേ മനഃ സർവത്രൈവ സ്ഥിതം ഹേതദ് വിദ്ധി രാമ യഥാ നഭഃ. അല്ലയോ രാമ, ഈ മനസ്സ് പുറത്തോ അകത്ത് ഹൃദയത്തിലോ മനസ്സിന്റെ വ്യക്തമായ രൂപം ഒന്നും കാണുവാനില്ല. ഗുരു നമ്മളോട് പറഞ്ഞില്ലേ, എന്ന മനഃക്വാപി വിദ്യതേ മനോമയമിതം സർവം. ഈ കാണുന്നതെല്ലാം മനോമയമാണ്, എന്നാൽ മനസ്സോ ഒരിടത്തും കാണുന്നുമില്ല. അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തോ, അതിന് നമ്മൾ യോഗവാസിഷ്ഠം എന്ന ഗ്രന്ഥത്തിലെ വസിഷ്ഠമുനിയുടെ ഉപദേശം പറയുകയാണ്. വസിഷ്ഠമുനി പറയുകയാണ്, ഗുരു എപ്പോഴും യോഗവാസിഷ്ഠം എന്ന കൃതി ഭഗവാന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നൊരു കൃതിയാണ്. അതിൽ പറയുന്ന സത്യം നോക്കൂ, പുറത്തോ അകത്തോ ഹൃദയത്തിലോ മനസ്സിന്റെ വ്യക്തമായ രൂപം ഒന്നും കാണുവാനില്ല. ആകാശം എന്നതുപോലെ അത് സർവത്ര വ്യാപിച്ചിരിക്കുന്നു. പ്രപഞ്ചരൂപിയായ ഈ മനസ്സ് തന്നെയാണ് പുരാണങ്ങളിലെ ബ്രഹ്മാവ്. അഖണ്ഡവും അചഞ്ചലവുമായ ബോധസത്തയിൽ സർവത്ര സങ്കല്പരൂപേണ ചലിക്കുന്നതാണ് മനസ്സ്. രൂപമില്ലാത്തതിനാൽ ഒരിടത്തും മനസ്സിനെ കാണാനാവില്ല. യോഗവാസിഷ്ഠം പറയുകയാണ്, രാമ അസ്യ മനസ്സോ രൂപം ന കിഞ്ചിദപി ദൃശ്യതേ നാമമാത്രാദൃതേ വ്യോംനേ
യഥാ ശൂന്യ ജഡാകൃതേഹേന്ന്. അല്ലയോ രാമ, ഈ മനസ്സിന്റെ രൂപം വ്യക്തമായി യാതൊന്നും ഒരിടത്തും കാണാനില്ല. ശൂന്യ ജഡാകൃതിയായ ആകാശത്തിലെ ശബ്ദതരംഗം മാത്രമാണ് മനസ്സ്. എത്ര സൂക്ഷ്മമായാണ് സത്യദർശികള് സത്യത്തെ വിചിന്തനം ചെയ്യുന്നത് എന്ന് നോക്കൂ. എന്തോ ഒരു മായ പോലെ എങ്ങനെയൊക്കെയോ നാം ജീവിക്കുന്നു. ഉള്ളതറിവിയില്ല, അല്ലെ? യഥാർത്ഥത്തിൽ ഉള്ളതിനെ നാം അറിയാൻ ശ്രമിക്കുന്നു പോലുമില്ല. ഈ സത്യമൊക്കെ ഇങ്ങനെ പറയുമ്പോഴും സത്യത്തിൽ നമ്മളെ തന്നെ മറന്നു പോവുകയാണ്. ആ സത്യമായി മാറിയാൽ പിന്നെ നമുക്ക് എവിടെയാണ് ജീവിതത്തിലെ ശാരീരിക ക്ലേശങ്ങൾ? എവിടെ? ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ എവിടെ? അപ്പോൾ ഗുരു നമുക്ക് പറഞ്ഞു തരുന്ന ഈ ഓരോ വാണികളും ഓരോ അക്ഷരങ്ങളും മന്ത്രങ്ങളാണ്. ഹൃദയത്തിൽ ഏറ്റേണ്ടവയാണ് ഓരോന്നും. ഭഗവാൻ ഉൾക്കൊണ്ട സത്യം അക്ഷരമണികളായി മന്ത്രങ്ങളായി നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനാവുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം നമ്മളിൽ ചൊരിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ പറഞ്ഞു വരുന്നത് മനസ്സിനെ ഒരിടത്തും കാണുവാനില്ല എന്നാണ്. മനഃക്വാപി വിദ്യതേ എന്നാണ്. ഈ കാണുന്നതെല്ലാം മനസ്സാണ്, പക്ഷെ മനസ്സിനെ ഒരിടത്തും കാണുന്നുമില്ല. ഇത് പറയണം, അതോ വ്യോംനീവ നീലാദി ദൃശ്യതേ ജഗദാത്മനി അതഹ. അതുകൊണ്ട് വ്യോമിനി, ആകാശത്തിൽ നീലാദീവ, നീലവർണ്ണം പോലെ. ആകാശത്തിന് നീലനിറമില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അത് കൽപ്പിതമാണ്. ആത്മാവാകുന്ന ആകാശത്തിൽ അതുപോലെ പ്രതീതമാകുന്നതാണ് മനസ്സും അത് സങ്കല്പിച്ചിരിക്കുന്ന ഈ ജഗത്തും. ചഞ്ചലമായ മനസ്സ് കൽപ്പിക്കുന്ന പ്രപഞ്ചവും ചഞ്ചലമാണ്. അതാണ് പ്രപഞ്ചത്തിനെ ജഗത്ത് എന്ന് വിളിക്കുന്നത്. ജഗത്ത് എന്താണ്? ജഗത്ത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ പ്രപഞ്ചത്തിനെ ജഗത്ത് എന്ന് വിളിക്കുന്നു. നാം ഒന്ന് ചിന്തിക്കൂ. മനസ്സ്, ലോകം ഇവയെല്ലാം അസത്യമായി കാണുമ്പോൾ ആത്മാവിന്റെ അസ്തിത്വത്തെ അവിടെ നിരാകരിക്കുന്നില്ല. കാരണം അറിവ് എന്ന ഒന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ മനസ്സും ലോകവും അസത്യമായിരിക്കുന്നത്. അറിവ് എന്ന, ജ്ഞാനമെന്ന, ബോധമെന്ന സത്യമുള്ളത് കൊണ്ടാണ് മനസ്സും ലോകവും അസത്യമായിരിക്കുന്നത്. മനസ്സ് അഖണ്ഡബോധ സ്വരൂപമായ സത്യത്തിൽ കാണുന്ന കാഴ്ചയാണ് പ്രപഞ്ചം എന്ന് ആവർത്തിച്ച് പറയുന്നു. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, അവ്യക്തമായ ആത്മാവിലാണ് പ്രപഞ്ചത്തിന്റെ അധ്യാസം നടക്കുന്നത്. ആത്മാവും അവ്യക്തമാണ് നമുക്ക്. ആ ആത്മാവിൽ തന്നെ പ്രപഞ്ചത്തിന്റെ അധ്യാസം നടക്കുന്നു. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് വ്യോംനി നീലാദീവ ജഗത് ആത്മനി ദൃശ്യതേ. ആകാശത്തിൽ നീലനിറവും മരുഭൂമിയിൽ വെള്ളവും മറ്റും കാണപ്പെടുന്നത് പോലെ ആത്മാവിൽ കാണപ്പെടുന്നതാണ് ഈ പ്രപഞ്ചമെന്ന്. ഇല്ലാത്ത മേൽക്കട്ടിയാണ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നത്. ആകാശ മേൽക്കട്ടി അതില്ലാത്തതാണ്. അതായത് സാധാരണ നമ്മൾ പറയുമ്പോൾ മുന്നിൽ വ്യക്തമായ രൂപത്തിൽ കാണുന്ന ഒന്നിലാണ് മറ്റൊന്നിന്റെ അധ്യാരോപം നടക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ അധ്യാസം നടക്കുമ്പോൾ ആത്മാവ് അവ്യക്തമാണ്, വ്യക്തമായ ഒന്നിലല്ല. അവ്യക്തമായ ആത്മാവിലാണ് നമ്മളുടെ അധ്യാസം നടത്തുന്നത്. ആ അവ്യക്ത ആത്മാവിലേക്ക് പ്രപഞ്ച അധ്യാസം നമ്മൾ നടക്കുന്നു. ഇതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ആകാശത്തിലെ നീല മേൽക്കട്ടി എന്ന് ഗുരു ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത് തന്നെ
അദ്വൈത ദീപികയിലെ 15ാമത്തെ ശ്ലോകം അതിന് ഉത്തമ ഉദാഹരണമാക്കി നമുക്ക് മനസ്സിലാക്കാം. ആനന്ദമസ്തിയതു ഭാതിയതൊന്നു തന്നെ, താൻ അന്യമോർക്കിലതു നാസ്തി ന ഭാതി സർവം. കാനൽ ജലം ഗഗന നീലമസത്യം, അഭ്രസൂനം നിനക്കിൽ ഗഗനം പരമാർത്ഥമാകും. ഗുരു പറഞ്ഞിരിക്കുന്നത് ഒരു ശാസ്ത്രജ്ഞനെ പോലെയാണ് ഗുരു നമ്മളോട് സത്യം പറഞ്ഞു തരുന്നത്. ആനന്ദസ്വരൂപമായ അറിവ് തന്നെയാണ് അസ്ഥി. ആനന്ദം അസ്ഥി അതു ഭാതി അതൊന്നു തന്നെ. ആനന്ദസ്വരൂപമായ അറിവ് തന്നെയാണ് അസ്ഥി ഉള്ളത്, അതായത് പ്രപഞ്ച ആകാരത്തിലുള്ള ഉണ്മയായിരിക്കുന്നത്. അത് ഭാതി, അത് തന്നെയാണ് പ്രകാശാത്മകത. അതിൻ്റെ ഈ പ്രകാശാത്മകത തന്നെയാണ് പ്രപഞ്ച രൂപത്തിൽ ഭാസിക്കുന്നത്. അതൊന്നു തന്നെ താൻ. അതൊന്നു തന്നെ താൻ എന്ന് പറഞ്ഞാലോ ഏകമായ അറിവ് തന്നെയാണ് ഞാൻ. ഇനി അന്യമോർക്കിൽ, മറ്റൊന്നായിട്ട് അതിനെ കരുതി അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കിയാൽ അത് നാസ്തി, അങ്ങനെയൊന്നില്ലാത്തതാണെന്ന് തോന്നും. രണ്ട് കാണുന്നവർക്ക് ആകെ കുഴപ്പമാണെന്നർത്ഥം. ഇവിടെ ഒന്നേ ഉള്ളൂ, വസ്തു ഒന്നേ ഉള്ളൂ. സർവം, സമസ്ത പ്രപഞ്ചവും ന ഭാതി, ഭാസിക്കുന്നില്ല എന്ന് തോന്നും. എങ്ങനെയുള്ളവർക്കാണ്? മറ്റൊന്നായി കരുതി അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കുന്നവർക്ക്. ഏകമായ അറിവ് തന്നെയാണ് ഞാൻ എന്ന് ചിന്തിക്കാതെ ഞാൻ മറ്റെന്തൊക്കെയോ ആണ് എന്ന് കരുതി അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കിയാൽ അത് നാസ്തി, അങ്ങനെയൊന്നും ഇല്ലാത്തതാണെന്ന് തോന്നും. സർവം ന ഭാതി, ഇവര് പറയാ സർവം ന ഭാതി, സമസ്ത പ്രപഞ്ചവും ഭാസിക്കുന്നില്ലെന്നും തോന്നും. എന്നിട്ട് പറയാണ് അവിടെ കാനൽ ജലം, മരുഭൂമിയിൽ കാണപ്പെടുന്ന ജലം, ഇല്ലാത്ത സങ്കല്പം. ഗഗന നീലം, കണ്ടോ, ആകാശത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന നീല നിറം. പിന്നെ വേറൊരു ഉദാഹരണം കൂടി ഗുരു പറഞ്ഞു, അഭ്രസൂനം. അഭ്രം ആകാശമാണല്ലോ, സൂനം കുസുമം. ആകാശകുസുമം, ആകാശത്തിലെ പൂവ്, ഒരു സങ്കല്പമാണ് ആകാശകുസുമം. പൂവിരിഞ്ഞു പോലെ നിൽക്കുന്ന പോലെ തോന്നുന്നു ആകാശത്തിൽ. ഇതെല്ലാം അസത്യം, ഇതൊക്കെ ഇല്ലാത്തതാണെന്ന് വ്യക്തം. നിനക്കിൽ ഇതൊക്കെ ആലോചിച്ചു നോക്കിയാൽ ഗഗനം പരമാർത്ഥമാകും. ഈ പറഞ്ഞ ആകാശമാണ് ഈ പറഞ്ഞ പ്രതിഭാസങ്ങളിലെല്ലാം പൊരുളായിരിക്കുന്നത് എന്ന് കാണാം. അതായത് കാനൽ, പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ആകാശത്തിലുണ്ടാകുന്ന നീല നിറം, ആ നീല നിറം ഒരു തോന്നൽ മാത്രമാണ്. ആകാശമാണ് അവിടെ സത്യമെന്ന ഉദാഹരണത്തിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ് 15ാം ശ്ലോകത്തിലൂടെ. അപ്പോൾ പല കൃതികളിലൂടെയും അതുപോലെ തന്നെ ഉപനിഷത്തുകളിലൂടെയും എല്ലാം നമ്മൾ സഞ്ചരിച്ചു. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥ വിചിന്തനത്തിനായിട്ട് വിവേക ചൂടാമണിയിലെ 197ാമത്തെ ശ്ലോകം ശങ്കര ഭഗവത്പാദർ പറയുകയാണ്, ഭ്രാന്തിം വിനാ ത്വസംഗസ്യ നിഷ്ക്രിയസ്യ നിരാകൃതേഹേ ന ഘടേദാർത്ഥ സംബന്ധോ നഭസോ നീലാതിവത് എന്ന്. ആത്മാവ് നിഷ്ക്രിയനും നിരാകാരനും അസംഖനുമാണ്. ആകാശവും ഇതേ വിശേഷതകളുള്ളതാണ്. ആ ആകാശത്തിൽ കാണുന്ന നീലനിറം ഒരുതരം ഭ്രാന്തകൽപ്പനയല്ലേ. ഇവിടെ ഒരു ഉദാഹരണം സമർത്ഥിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ, ആ രീതിയിലേ ഇത് മനസ്സിലാക്കാവൂ. അപ്പൊ ആകാശം കയറി വരുമ്പോൾ എന്താണ് ആകാശം എങ്ങനെ ചിന്ത വരരുത്. ഇവിടെ നഭസിന്റെ നീലാതി പറയുമ്പോൾ അവിടെ നഭസാണല്ലോ സത്യം, നീലം ഭ്രാന്തകൽപ്പനയാണല്ലോ. അതാണ് ആകാശത്തിൽ കാണുന്ന നീലനിറം ഒരുതരം ഭ്രാന്തകൽപ്പനയല്ലേ, അതൊരിക്കലും വാസ്തവമല്ലല്ലോ. അതുപോലെ ആത്മാവിന് ജീവഭാവം തോന്നുന്നത് ഒരുതരം ഭ്രാന്തമായ കൽപ്പന മാത്രമാണ്. അസംഗമായ ആത്മാവിന്, അല്ലെങ്കിൽ അസംഗനായ
ആ ആത്മസ്വരൂപത്തിന് വിഷയബന്ധം ഒരിക്കലും സംഭാവ്യമല്ല. ദർശനമാലയിലെ അസത്യ ദർശനത്തിലെ 1-ാം ശ്ലോകത്തിന്റെ ആശയം ഒന്നുകൂടി ചിന്തനം കൊള്ളുന്നു. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ മനസ്സിന്റെ തന്നെ രൂപഭേദമാണ്. നമനക്വാപി വിദ്യതേ, ആ മനസ്സ് ഒരിടത്തും കാണപ്പെടുന്നുമില്ല. അതോ വ്യോമ്നീവ നീലാതി ദൃശ്യതേ ജഗദാത്മനി. അതുകൊണ്ട് ആകാശത്തിൽ നീല നിറവും മരുഭൂമിയിൽ വെള്ളവും മറ്റും കാണപ്പെടുന്നത് പോലെ ആത്മാവിൽ കാണപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞുകൊണ്ട് അസത്യദർശനത്തിലെ 1-ാം ശ്ലോകത്തിന്റെ അർത്ഥവിചിന്തനം ഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരു ഓം തത്സത്.